തിരുവനന്തപുരം കോർപ്പറേഷനിലടക്കം കേരളത്തിലെ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ബിജെപിയുടെ വിജയത്തിൽ വോട്ടർമാർക്കും പ്രവർത്തകർക്കും നന്ദി പറഞ്ഞ പ്രധാനമന്ത്രി. സദ്ഭരണത്തിന് എൻഡിഎ ആണ് നല്ലതെന്ന തിരിച്ചറിവ് ജനങ്ങൾക്കുണ്ടായെന്നും പ്രധാനമന്ത്രി എക്സിൽ കുറിച്ചു. ആദിൽ പാലോട് നമുക്കൊപ്പം. ആദിൽ പാലോട്, വികസിത കേരളം എന്ന ഹാഷ്ടാഗോടുകൂടി പ്രധാനമന്ത്രിയുടെ അഭിനന്ദനം എത്തിയിരിക്കുകയാണ്. എന്താണ് ഈ വിജയത്തെക്കുറിച്ച് പ്രധാനമന്ത്രി എക്സിൽ എഴുതിയിരിക്കുന്നത്? തിരുവനന്തപുരത്തെയും പൊതുവിൽ കേരളത്തിലുമുണ്ടാക്കിയ എൻഡിഎയുടെ മുന്നേറ്റം അത് ബിജെപിയുടെ ദേശീയ നേതൃത്വത്തെ എത്രമാത്രം സന്തോഷത്തിലാക്കിയിരിക്കുന്നു എന്നത് പ്രധാനമന്ത്രിയുടെ എക്സ് കുറിപ്പിലൂടെ നമുക്ക് വായിച്ചെടുക്കാൻ കഴിയുന്നുണ്ട്. പ്രത്യേകിച്ച് കേരളത്തിൽ ഒരു സാധ്യതയുമില്ല എന്ന് പറയുമ്പോഴും വലിയ വിജയമാണ് നേടിയത് എന്ന് ദേശീയ നേതൃത്വം കരുതുകയാണ്. അത് വിരൽ ചൂണ്ടുന്ന, അതിനെ സാധൂകരിക്കുന്ന ഒരു എക്സ് കുറിപ്പാണ് മണിക്കൂറുകൾക്കുള്ളിൽ, വിജയം അറിഞ്ഞ് മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ നരേന്ദ്രമോദി പ്രധാനമന്ത്രി എക്സിലൂടെ പങ്കുവയ്ക്കുന്ന അഭിനന്ദനം അറിയിച്ചുകൊണ്ട് 3 എക്സ് കുറിപ്പുകളാണ് പ്രധാനമന്ത്രി പങ്കുവയ്ക്കുന്നത്. വികസിത കേരളം ഹാഷ്ടാഗോടെയാണ് കുറിപ്പുകൾ. UDF-നെയും LDF-നെയും കേരളം മടുത്തു കഴിഞ്ഞിരിക്കുന്നു എന്ന് പ്രധാനമന്ത്രി പറയുന്നു. NDAക്ക് വോട്ട് ചെയ്ത വോട്ടർമാർക്ക് നന്ദി പറയുകയാണ്. കേരള ജനത സദ്ഭരണം പ്രതീക്ഷിക്കുന്നത് NDAയിൽ നിന്ന് മാത്രമാണ് എന്ന് പ്രധാനമന്ത്രി പറയുകയാണ്. സ്വാഭാവികമായും നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്കുള്ള ഒരു ചൂണ്ട തന്നെയാണ് ഈ പ്രതികരണം എന്നുകൂടി നമുക്ക് പറയേണ്ടി വരും. തിരുവനന്തപുരത്തെ വിജയത്തെ പ്രത്യേകം പരാമർശിക്കുന്നുണ്ട് പ്രധാനമന്ത്രി. കേരളത്തിലെ BJP മുന്നേറ്റത്തിൽ മോദി 3 എക്സ് കുറിപ്പുകൾ ഇട്ടിരിക്കുന്നു. അതിൽ പ്രധാനപ്പെട്ട ഒന്ന്, ജയത്തിനു വേണ്ടി കഠിനമായി പ്രവർത്തിച്ച പാർട്ടി പ്രവർത്തകർക്ക് നന്ദി അറിയിച്ചുകൊണ്ടാണ്. പാർട്ടി പ്രവർത്തകരാണ് ഈ പാർട്ടിയുടെ കരുത്ത് എന്നുകൂടി പ്രധാനമന്ത്രി പറഞ്ഞു വെക്കുകയാണ്. ഏതായാലും പലയിടത്തും നമുക്കറിയുന്നത് പോലെ BJPക്ക് വേരോട്ടം ഉണ്ടായിട്ടില്ലാത്ത പല സംസ്ഥാനങ്ങളിലും ആദ്യം നഗരങ്ങളിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ ഭരണം പിടിക്കുക, കോർപ്പറേഷനുകളിലെ ഭരണം പിടിക്കുക, പിന്നീട് സംസ്ഥാനമാകെ വ്യാപിക്കുക, ഭരണത്തിലേക്ക് പോവുക എന്നുള്ളതാണ് പലയിടത്തും നമ്മൾ കണ്ടിട്ടുള്ളത്. അത് കേരളത്തിലും സംഭവിക്കുമെന്ന് ദേശീയ നേതൃത്വം കരുതുന്നു. പ്രധാനമന്ത്രിയുടെ വാചകങ്ങളിലും എക്സ് കുറിപ്പിലും അതുതന്നെയാണ് മുഴച്ചു നിൽക്കുന്നത്. സുജയ, വിവരങ്ങൾ നൽകിയത് ആദിൽ പാലോടാണ്.